എക്സാമൊക്കെ കഴിയാറായി, സ്കൂളൊക്കെ പൂട്ടാറായി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബാൻഡ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇന്നാ ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പോൾ മുന്നേ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പെൻസിൽ ഹോൾഡർ. അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന പീസാണ് ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ പീസ്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ബാൻഡ് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാൻ പേപ്പർ കട്ടർ വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൈയൊക്കെ ഒന്ന് മുറിയാൻ നോക്കി, മുറിഞ്ഞിട്ടില്ല, മുറിയാൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കത്രിക വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ കത്രികയൊക്കെ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ പേരെഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ത്രെഡ് എടുക്കാം കേട്ടോ. ഞാനിവിടെ മെറൂണാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. വേറൊന്നുമല്ല, എൻ്റെ അടുത്ത് ഈ മെറൂണ് മാത്രമേ ഉള്ളൂ, മെറൂണും വൈറ്റും. അപ്പോൾ വൈറ്റ് തീരെ മാച്ച് ആവില്ല എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ മെറൂണ് ചൂസ് ചെയ്തു. ഇനി നമുക്ക് ഈ നെയിം എഴുതിയത് രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഡബിൾ സൈഡ് ഒട്ടിച്ചു കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. പിന്നെ ഇതേപോലെ ഒരു പേൾ എടുക്കുക, രണ്ട് പേൾ എടുക്കുക, എന്നിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ കോർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുത്തിട്ട് അത് പേളൊന്നും ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു പേരെഴുതിയ ഭാഗം തിരിച്ചിടാം, പിന്നെ വേറൊരു പേരെഴുതിയ ഭാഗം മറിച്ചിടാം. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.